തൃശ്ശൂർ ജില്ലയുടെ നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ചിന്മയ മിഷൻ ഭുവനേശ്വരി ക്ഷേത്രം ഭക്തജനങ്ങൾക്ക് അനുഗ്രഹമേകുന്ന അതിശ്രേഷ്ഠമായ ഒരു ആരാധനാലയമാണ്. തൃശൂർ വടക്കേ പ്രദക്ഷിണ വഴിയിൽ ശ്രീ വടക്കുംനാഥന്റെ ശ്രീമൂലസ്ഥാനത്തിന് ഈശാന കോണിലാണ് പ്രശസ്തമായ ഈ ദേവീസ്ഥാനം. പടിഞ്ഞാട്ടു ദർശനമായാണ് ശ്രീ ഭുവനേശ്വരിയുടെ മുഖ്യപ്രതിഷ്ഠ. കിഴക്കോട്ട് ദർശനമായി ഒരേ വരിയിലുള്ള നവഗ്രഹങ്ങൾ, ഗണപതി, സുബ്രഹ്മണ്യൻ തുടങ്ങിയ ഉപപ്രതിഷ്ഠകൾ ഭക്തജനങ്ങൾക്ക് അനുഗ്രഹമേകുന്നു. കഴിഞ്ഞ 42 വർഷങ്ങളായി തൃശ്ശൂർ ചിന്മയ മിഷൻ ഭുവനേശ്വരി ക്ഷേത്രത്തിലെ ദൈനംദിന കാര്യ നിർവഹണത്തിൽ ഏറ്റവും പ്രശംസനീയമായ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രം മാനേജർ കൂടിയായ ശ്രീ വി രവീന്ദ്രൻ നമ്മളോടൊപ്പം ഉണ്ട്. നമസ്കാരം. ക്ഷേത്രത്തിൻ്റെ ദൈനംദിന കാര്യനിർവഹണത്തിൽ പ്രവർത്തിച്ച ആ അനുഭവങ്ങൾ എത്രത്തോളം ജീവിതത്തിൽ സന്തോഷം നൽകിയിട്ടുള്ളതാണ്? എന്തൊക്കെയാണ് ആ ഓർമ്മകൾ, അനുഭവങ്ങൾ? എൻ്റെ ജീവിതത്തിൽ എന്ത് സന്തോഷവും എന്തുണ്ടായിരുന്നെങ്കിലും ഭഗവതിയുടെ അടുത്ത് ജോലി ചെയ്തിട്ടുള്ള എൻ്റെ ഒരു സന്തോഷവും കാര്യങ്ങളാണ്. എൻ്റെ ചേട്ടൻ കൊച്ചു ദിവസം പോളിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, തങ്കപ്പൻ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് എന്നെ ഇവിടെ ചിന്മയ മിഷനിൽ ആദ്യമായിട്ട് 18 വയസ്സ് സമയത്ത് ഇവിടെ കൊണ്ടുവന്നാക്കിയത്. അന്ന് ഇവിടുത്തെ സെക്രട്ടറി അച്യുതൻ സാറും മാരാ സാറും എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. അദ്ദേഹമാണ് എന്നെ ഇവിടെ അന്ന് അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അന്ന് മുതൽ ഈ 2024 വരെ എനിക്ക് സന്തോഷമായിട്ട് ജോലി ചെയ്യാനും എൻ്റെ ജീവിതത്തിൽ ഉന്നമനത്തിനും സ്ഥാപനത്തിൻ്റെ ഉന്നമനത്തിനും എനിക്ക് ഉതകുന്നതൊക്കെ ചെയ്യാനുള്ള ഒരു പ്രാപ്തി കിട്ടി. അത് ഭുവനേശ്വരിയുടെ അനുഗ്രഹമാണ്, ഗുരുദേവൻ്റെ അനുഗ്രഹമാണ്. ചിന്മയ മിഷൻ എന്ന പ്രസ്ഥാനം ലോക പ്രശസ്തമാണ്. തൃശ്ശൂർ ചിന്മയ മിഷൻ ഭുവനേശ്വരി ക്ഷേത്രം ഏറെ അധികം ആളുകൾ ആരാധനയ്ക്ക് എത്തുന്ന ഒരിടം കൂടിയാണ്. അപ്പോൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രഗത്ഭരായിട്ടുള്ള നിരവധി ആചാര്യന്മാരും പ്രശസ്ത വ്യക്തികളുമുണ്ട്. എന്തുകൊണ്ട് അങ്ങയുടെ ഒരു അഭിമുഖം ഇപ്പോൾ ചെയ്യുന്നു എന്നതിൻ്റെ പ്രസക്തി പ്രേക്ഷകരുടെ അറിവിലേക്ക് പറയാം. 42 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിൻ്റെ ഒരു പൂർത്തീകരണം എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സേവനം കംപ്ലീറ്റ് ആവുന്ന ഒരു സമയമാണ് അല്ലേ? ഒരർത്ഥത്തിൽ ഈ ജോലിയിൽ ഇപ്പോൾ മാനേജർ എന്ന പോസ്റ്റിലാണ് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ജോലിയിൽ നിന്നും വിരമിക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ ഈ അഭിമുഖം. ഒരു വർഷത്തിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഏറെ പ്രാധാന്യമുള്ള വിശേഷാവസരങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ മെയിനായിട്ടുള്ള വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതിഷ്ഠാദിനാണ്. എടവ മാസത്തിലെ ചിത്തിര നക്ഷത്രത്തിലാണ് അത് ആഘോഷിക്കുക. അത് 5 വർഷം കൂടുമ്പോൾ വിശേഷാൽ 7 ദിവസത്തെ പരിപാടികളൊക്കെ ആയിട്ടുണ്ടാവും. അതിൽ പ്രഗത്ഭരായിട്ടുള്ള കച്ചേരി നടത്താനും ഭക്തിഗാനമേളകൾ നടത്താനൊക്കെ ആയിട്ടുള്ള അനവധി കലാകാരന്മാർ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നവരാത്രിയാണ്. നവരാത്രി നമ്മൾ കൂടുതൽ കുട്ടികൾക്കാണ് പ്രാധാന്യം കൊടുക്കുക. അഷ്ടമിയുടെ ദിവസം 9 കുട്ടികളെ ഒരേ രൂപത്തിലിരുത്തി കുമാരി പൂജ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദേവിയുടെ 9 രൂപങ്ങളായിട്ട് സങ്കല്പിച്ച് കുമാരി പൂജ ചെയ്യും. കർക്കിടക മാസത്തിൽ ഒരു 15 ദിവസം നീണ്ടു നിൽക്കുന്ന നല്ല നല്ല കച്ചേരികൾ. ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ കന്നിമാസത്തിലെ നവരാത്രി, എടവത്തിലെ ചിത്തിരനാളിൽ പ്രതിഷ്ഠാദിനം, തൈപ്പൂയം, നവഗ്രഹ ഹോമം എന്നിവയാണ്. ഗ്രഹദോഷങ്ങൾക്കും ജന്മദുരിതങ്ങൾക്കുമുള്ള പരിഹാരമാണ് ഈ ക്ഷേത്രത്തിലെ നവഗ്രഹ പൂജയും പ്രാർത്ഥനയും. ഒരു ക്ഷേത്രം മാനേജർ എന്ന പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് ചെയ്യേണ്ടി വരുന്ന പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ, ജോലികൾ എന്തൊക്കെയാണ്? ക്ഷേത്രത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾ മുഴുവൻ എൻ്റെ ചുമതലയിൽ പെട്ടുള്ള കാര്യങ്ങളാണ്. അതിന് എൻ്റെ മേല് ട്രസ്റ്റി, ചീഫ് എക്സിക്യൂട്ടീവ് അങ്ങനെയുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ അവർ തരും. അതനുസരിച്ച് നമ്മളിവിടെയുള്ള ജീവനക്കാർ 10-12 ജീവനക്കാരുണ്ട്. അവർ നമ്പൂതിരിമാരും കഴകത്തിൻ്റെ വാര്യന്മാർ, പിന്നെ അടിച്ചുതളി, അങ്ങനെ 10-12 ജീവനക്കാരുണ്ട്. അവരുടെ കാര്യങ്ങൾ നോക്കണം. പിന്നെ വരുന്ന ഭക്തജനങ്ങൾ അവർക്ക് മാനസികമായിട്ടുള്ളൊരു സന്തോഷം കിട്ടാവുന്ന രൂപത്തിലുള്ള അവരോടുള്ള ഇടപെടലുകൾ അതൊക്കെ വളരെ വൃത്തിയായിട്ട് ചെയ്യണം. നമുക്ക് ജോലി ചെയ്യാൻ ചിന്മയ മിഷൻ ട്രസ്റ്റിൻ്റെ ഭാഗത്തുനിന്നും വളരെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ് കിട്ടുന്നത്. ചിന്മയ മിഷൻ്റെ ഭാഗമായിട്ട് കുറേയധികം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഉൾക്കൊള്ളുന്ന, അവരിലെല്ലാവരിലും വളരെയധികം പോസിറ്റീവ്നെസ് നൽകുന്ന, ഇപ്പോൾ ശിശുവിഹാർ, ബാലവിഹാർ, ചിന്മയ യുവകേന്ദ്ര, ദേവി ഗ്രൂപ്പ്, പിന്നെ സ്റ്റഡി ഗ്രൂപ്പുകൾ മുതൽ വാനപ്രസ്ഥം എന്നർത്ഥത്തിൽ പ്രായമായവർക്കുള്ള
ഒരുപാടധികം ക്ലാസ്സുകളും സെമിനാറുകളും ക്യാമ്പുകളും ഭജനകളും ഒക്കെ നടക്കുന്നുണ്ടല്ലോ. ചിന്മയ കലാമന്ദിറിൽ വിവിധ സംഗീത നൃത്തകലകളും വാദ്യോപകരണങ്ങൾ പഠിപ്പിക്കലും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഈ പ്രവർത്തനങ്ങളെല്ലാം കുറച്ചൊക്കെ അതിൻ്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുകയും കുറേയൊക്കെ മാറി നിന്ന് കാണുകയും ചെയ്യുന്നതിൻ്റെ ഒരു അനുഭവം എങ്ങനെയാണ് പങ്കുവയ്ക്കുക? ചിന്മയ മിഷൻ്റെ ആധ്യാത്മിക പ്രവർത്തനങ്ങളിൽ എനിക്ക് വളരെ ഭാഗവാക്കാക്കാൻ പറ്റിയിട്ടുണ്ട്. ചിന്മയ മിഷനിലെ യജ്ഞങ്ങൾ, അതേപോലെ സ്റ്റഡി ഗ്രൂപ്പുകൾ, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ചെറിയ കുട്ടികൾക്കുള്ള ഇത് ഈ പറഞ്ഞ പോലെയുള്ള ക്ലാസ്സുകൾ, അതുപോലെ യുവകേന്ദ്ര ഞാൻ വന്നൊരു സമയത്ത് വലിയൊരു പ്രോഗ്രാം. ഞാൻ അഭിമാനത്തോടെ സന്തോഷത്തോടെ പറയാം, ഞാൻ ചിന്മയ യുവകേന്ദ്രയിലെ മെമ്പറായിട്ടുള്ളതാണ്. 2000-ന്റെ തുടക്കത്തിൽ 2000-2002 ആ കാലഘട്ടത്തിൽ ഇവിടെ വിജയസംഗമം വലിയ പരിപാടി, സക്സസ് റേസ്, അത് മറക്കാൻ സുരേഷ് അദ്ദേഹമാണ് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. അത്രയും വളരെ നന്നായിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ അതേപോലെ തന്നെ ഈ 42 വർഷത്തിൻ്റെ ഉള്ളിൽ ഇവിടെ നടന്നിട്ടുള്ള എല്ലാ കാര്യത്തിലും എനിക്ക് ചെറിയൊരു ഭാഗമെങ്കിലും ആവാൻ പറ്റിയിട്ടുണ്ട്. അതെനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ്. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഭുവനേശ്വരി ദേവി, ഒപ്പം ഗണപതിയും മുരുകനും നവഗ്രഹങ്ങളുണ്ടല്ലോ. ഈ നവഗ്രഹ ക്ഷേത്രം എന്ന നിലയിൽ നവഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കാനായിട്ട് തന്നെ വരുന്നുണ്ടായിരിക്കണം കുറേ പേര്. നവഗ്രഹങ്ങളുടെ പ്രതിഷ്ഠ ഇതേപോലെ ഒരേ വരിയിൽ കിഴക്കോട്ട് അഭിമുഖമായിട്ടിരിക്കുന്ന പ്രതിഷ്ഠ വേറെ എവിടെയില്ലാന്ന് തന്നെയാണ് അറിവ്. അവിടെ ആ പ്രാർത്ഥനയുടെ വഴിപാടിന്റെ ഫലസിദ്ധി ഉള്ളതായിട്ട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇഷ്ടംമാതിരി ആൾക്കാർ പറഞ്ഞിട്ട് അതുകൊണ്ടാണല്ലോ ഈ ദൈനംദിനമായിട്ട് ഇതിങ്ങനെ വർദ്ധിച്ചു വരുന്നത്. അന്ന് ഞാൻ വരുമ്പോൾ 100 ആളും 200 ആളും വെച്ചപ്പോൾ 1000-1500 ആളാണ് ദിവസം വരുന്നത്. അപ്പോൾ ആ ഒരു ആൾക്കാർക്ക് വിശ്വാസവും അതിനോടുള്ള ആ ഒരു താല്പര്യവും ഉണ്ട്. ഈശ്വരവിശ്വാസമുള്ള ഏവർക്കും ജാതിമത ഭേദമന്യേ ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാനും ആരാധിക്കുവാനും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. തൃശ്ശൂർ ചിന്മയ മിഷൻ ഭുവനേശ്വരി ക്ഷേത്രത്തിന് മുൻപിൽ എഴുതി വച്ചിരിക്കുന്ന വളരെ മാതൃകാപരമായ ഒരു സത് സന്ദേശമാണ് ഇത്. ചിന്മയ മിഷൻ ഭജനമഠം എന്നാണ് കാലങ്ങളായിട്ട് അറിയപ്പെടുന്നത്. ഒപ്പം ഇവിടെ ഭജന മണ്ഡപം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ വലിയ വിപുലമായ രീതിയിൽ കുറച്ചുകൂടെ വലുപ്പത്തിൽ ഭജന മണ്ഡപം ഒന്ന് പണി കഴിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ അരങ്ങേറിയിട്ടുള്ള ഒട്ടേറെ കലാപരിപാടികൾക്ക് സാക്ഷിയായിട്ടുള്ള ഒരാളാണ്. എത്രയോ പ്രശസ്ത വ്യക്തികളുടെ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഭജന മണ്ഡപത്തിൻ്റെ ഓർമ്മകൾ എന്തൊക്കെയാണ് പങ്കുവയ്ക്കുക? പണ്ട് ക്ഷേത്രത്തിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ബുക്ക് സ്റ്റാള്, ചെരുപ്പ് കൗണ്ടർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു. അത് ആദ്യം ഭജനയും കാര്യങ്ങളൊക്കെ നടത്ത് നമ്മുടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ നടപ്പരയിലായിരുന്നു. അപ്പോൾ ഭക്തജനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന അത് കാരണം അവിടെ ചെയ്യാനുള്ള സൗകര്യം ഇല്ലാണ്ടായപ്പോൾ ഒന്ന് മോഡിഫൈ ചെയ്ത് ഇങ്ങോട്ട് പുറത്തേക്ക് മാറ്റിയിട്ട് വലിയൊരു ഭജന മണ്ഡപമായിട്ട് പണിതു. അതിൽ വളരെ പ്രഗത്ഭരെന്ന് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, വാമനൻ നമ്പൂതിരി, TS രാധാകൃഷ്ണൻ സാറ്, പിന്നെ വളരെ സംഗീതജ്ഞന്മാർ ഒരുപാട് പേരുണ്ട്. അത് ഗായകരുണ്ടാവാം, സംഗീത പിന്നെ ഉപകരണ സംഗീതം നന്നായി ചെയ്യുന്നവരുണ്ടാവും, പി രമേശ്, അങ്ങനത്തെ അവരൊക്കെയും തൃശ്ശൂരിലുള്ള ആൾക്കാർ. അല്ലാതെ തന്നെ വളരെ അന്യദേശങ്ങളിൽ വന്ന് പാടുന്ന ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ MD സോമശേഖർ, H ഗണേഷ്, അവരൊക്കെ തൃശ്ശൂരിലെ നല്ല കലാകാരന്മാരുണ്ട്. രവിവർമ്മ, അയ്യപ്പൻ ഗ്രാമിലാന്നുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരുടെ പ്രോഗ്രാമുകൾ നമ്മൾ ചെറിയ ചെറിയ കലാകാരന്മാരെ അവർക്ക് എങ്ങനെ പ്രചോദനങ്ങൾ കൊടുത്ത് അവരെ. ഈ അവസരത്തിലൊരു കാര്യം, പേരുകൾ എടുത്ത് ചിലപ്പോൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, അത്രയധികം ആളുകളുണ്ട് അല്ലേ. വളർന്നു വരുന്ന കലാകാരന്മാരെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അരങ്ങേറ്റവും ഉണ്ടാവാറുണ്ട്. ഡാൻസിനുള്ള അരങ്ങേറ്റമുണ്ട്, പാട്ടിനുള്ള അരങ്ങേറ്റമുണ്ട്. ശരിക്കും ക്ഷേത്രത്തിൻ്റെ ഒരു മുഖച്ഛായ തന്നെ സമീപകാലത്ത് മാറിയിട്ടുള്ളതിൽ ആ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും കൂടെ പറയുമ്പോൾ അലങ്കാര ഗോപുരത്തിൻ്റെ ഒരു വർക്ക് അവിടെ വന്നു. അലങ്കാര ഗോപുരം ആണ് നമുക്ക് ഏറ്റവും അതിൽ പ്രാധാന്യമുള്ള ഒരു കാര്യം. കാരണം ആ റൗണ്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ ഇങ്ങനെ ഒരു ക്ഷേത്രം എന്നുള്ളതിന് ഒരു നാഴികക്കല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിന് നമുക്ക് അന്ന് കൊച്ചി ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിട്ട് നിന്ന വി തങ്കപ്പൻ എന്ന് പറഞ്ഞ അദ്ദേഹവും പിന്നെ വിജയരാഘവൻ ഡോക്ടർ അവരുടെയും നല്ല പ്രവർത്തനങ്ങൾ നമുക്ക് അന്ന് കിട്ടി. അവരുടെ പ്രയത്നം കൊണ്ടുകൂടിയാണ് ഇങ്ങനൊരു ഇത് ഉണ്ടായത്. നമുക്കൊരു ആശയം വന്നപ്പോൾ അവരതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. അതേപോലെ തന്നെ ക്ഷേത്രത്തിലേക്ക് കടന്ന അന്ന് നമ്മുടെ ഈ ക്ഷേത്രത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ആ ചുമര് വെറുതെ ഒരു പ്ലെയിനായിട്ടുള്ളൊരു ചുമരായിട്ടൊക്കെ കിടന്നായിരുന്നത്. അതുമേ ഇന്ദു വട്ടേക്കാട് എന്ന് പറഞ്ഞിട്ടൊരു മേഡാണ്. അവർ അതിന് ഫോട്ടോയ്ക്കും അഷ്ടലക്ഷ്മിയുടെ ഫോട്ടോയ്ക്കും വരച്ച് അത് ഗോപുരം കടന്ന അത് കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു മനസ്സിനുണ്ടാവുന്ന ഒരു സന്തോഷം എല്ലാവരും അതിൻ്റെ ഒരു അഴക് നിറപ്പകിട്ട് അല്ലേ എടുത്ത് പറയുന്നത്. അത് അവരുടെ ഒരു വഴിപാടായിട്ട് ചെയ്തതാണ്, ഒരു സമർപ്പണം അവർ ചെയ്തതാണ്. അത് ഇന്ദു വട്ടേക്കാട് എന്ന് പറഞ്ഞിട്ട് അവർ തന്നെയാണ് അത് വരച്ച് സമർപ്പിച്ചത്.
ഭഗവത്ഗീതയുടെ മഹത് സന്ദേശങ്ങൾ ഏറ്റവും ലളിതമായി സാമാന്യ ജനത്തിന് മനസ്സിലാക്കി കൊടുത്തിട്ടുള്ള സംപൂജ്യ ഗുരുദേവൻ സ്വാമി ചിന്മയാനന്ദജിയുടെ അനുഗ്രഹം നിറഞ്ഞ മണ്ണുകൂടിയാണ് ഇവിടം. ഗുരുദേവൻ്റെ പ്രഭാഷണങ്ങൾ നേരിട്ട് കാണാൻ, കേൾക്കാൻ, യജ്ഞങ്ങളിൽ പങ്കെടുക്കാൻ, ഗുരുദേവൻ്റെ അനുഗ്രഹം നേരിട്ട് വാങ്ങിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് ഇല്ലേ? എങ്ങനെയാണ് ആ ഓർമ്മകൾ? സ്വാമിജി നേരിട്ട് കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് പലർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ്. പക്ഷേ എനിക്ക് 3-4 പ്രാവശ്യം തൃശ്ശൂർ സ്വാമിജിയുടെ യജ്ഞം ഉണ്ടായിരുന്നു. അപ്പോൾ നീരാഞ്ജലിയിലാണ് സ്വാമിജി താമസിക്കുക. അപ്പോൾ സ്വാമിജിക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും, തൊട്ട് അടുത്തില്ലെങ്കിലും സ്വാമിജി ഇരിക്കുന്ന സദസ്സിൽ ഇരിക്കാനും, അല്ലെങ്കിൽ സ്വാമിജിയുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുള്ളതാണ്. ചിന്മയ മിഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഞാൻ വരുമ്പോഴുള്ളതാണ് ഇവിടെ സ്വാമി ഗംഭീരാനന്ദ. അന്ന് സ്വാമിജി വിനയ് ചൈതന്യ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇപ്പോൾ സ്വാമി ഗംഭീരാനന്ദ സ്വാമിജി ഇപ്പോഴും ചിന്മയ മിഷൻ്റെ ആചാര്യനായിട്ട് ഇവിടെ തൃശ്ശൂരുണ്ട്, നീരാഞ്ജലിയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ആ സ്വാമിജിയും എനിക്ക് സേവിക്കാനുള്ള സൗകര്യം കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ജോലി ചെയ്യാൻ നമ്മുടെ ട്രസ്റ്റ് അത്രയും സുതാര്യമായിട്ട് ജോലി ചെയ്യാൻ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ പറഞ്ഞാൽ ഇന്ന അത് ട്രസ്റ്റിന് ശരിയാണെന്ന് തോന്നിയാൽ അതിനുടനെ നമുക്ക് ചെയ്യാനുള്ള അങ്ങനെ ഒരു സൗകര്യം വെച്ച് തരും. അതായത് ഗുരുദേവൻ്റെ ഒരു ചിത്രത്തിൻ്റെ സമക്ഷത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, ഇപ്പോൾ തൃശ്ശൂരിൻ്റെ ഒരു ടൗൺ സെൻറ്ററിൽ, നഗരഹൃദയത്തിൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞ 42 വർഷമായിട്ട് ഒരേ ജോലി ചെയ്യുമ്പോഴേ നമ്മുടെ സുഹൃത്തുക്കൾ, ചിലപ്പോൾ കൂടെ പഠിച്ചവർ അല്ലെങ്കിൽ പരിചയമുള്ളവരിൽ പലരും കുറേ കൂടെ ലാഭമുള്ള, കുറേ കൂടെ വരുമാനമുള്ള, കുറേയും കൂടെ പ്രശസ്തിയുള്ള പല തൊഴിലുകൾ നേടി പണം സമ്പാദിക്കുന്നതൊക്കെ കാണുമ്പോഴും ഈ ക്ഷേത്രനടയിൽ, ദേവിയുടെ നടയിൽ ഇരുന്നു കൊണ്ട് ഈ തൊഴിൽ ചെയ്യുമ്പോൾ മനസ്സിൽ നേട്ടം തന്നെയാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. അതിലൊരു സംശയമില്ല. എനിക്ക് നേട്ടം തന്നെ ഉണ്ടായിട്ടുള്ളൂ. എൻ്റെ അവസ്ഥയ്ക്കനുസരിച്ചുള്ള ഒരു നേട്ടം, അതിൽ കൂടുതലുള്ള നേട്ടമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. മറ്റേ സാമ്പത്തികവും മോശമില്ല, അതിനേക്കാൾ ഉപരി നമുക്ക് മാനസികമായിട്ട് ആത്മസംതൃപ്തി, അതാണ് ഏറ്റവും വലിയ സംഗതി. എല്ലാം ഗുരുദേവന്റെയും ഭുവനേശ്വരിയുടെയും അനുഗ്രഹം. 1961 ചിന്മയ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകാചാര്യനായ പൂജനീയ ചിന്മയാനന്ദ സ്വാമികൾക്ക് കൊച്ചി രാജകുടുംബം കൈമാറിയതാണ് ഈ പുണ്യക്ഷേത്രം. തൃശൂർ ചിന്മയ മിഷന്റെ ആസ്ഥാനമായ നീരാഞ്ജലി കോംപ്ലക്സിൽ നിലകൊള്ളുന്ന ഈ ദേവാലയം ചിന്മയ മിഷൻ ട്രസ്റ്റ് തൃശൂരിൻ്റെ മുഖ്യ ഘടകമാണ്. തൃശ്ശൂർ ജില്ലയിലെ കോടന്നൂർ ശാസ്താംകടവ് എന്ന ദേശത്ത് ജനിച്ച് വളർന്ന് പിന്നീടാണല്ലോ തൃശ്ശൂർ നഗരത്തിൽ ചിന്മയ മിഷനിൽ ജോലി കിട്ടി തുടരുന്നത്. വീട്ടിൽ കുറച്ച് പേര് ക്ഷേത്ര ജോലിയുമായി ബന്ധപ്പെട്ടവർ തന്നെയാണല്ലേ? ഒന്ന് പറയാമോ അവരെ? അച്ഛൻ പുത്തം വീട്ടിൽ പരമേശ്വരൻ നായർ, അദ്ദേഹം കൊച്ചി ദേവസ്വം ബോർഡിൽ ജോലിക്കാരനായിരുന്നു. മൂത്ത ചേട്ടൻ ഗോവിന്ദൻകുട്ടി, അതും കൊച്ചി ദേവസ്വം ബോർഡിൽ ജീവനക്കാരനായിരുന്നു. തങ്കപ്പൻ അങ്ങൊരു ദേവസ്വം ബോർഡ് സെക്രട്ടറിയായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ളതാണ്. രാജലക്ഷ്മി കൊച്ചി ദേവസ്വം ബോർഡ് സെക്രട്ടറിയായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹം രാജിയുടെ ഹസ്ബൻഡ് ഗോവിന്ദൻകുട്ടി, അദ്ദേഹം കൊച്ചി ദേവസ്വം ബോർഡ് സെക്രട്ടറിയായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ളതാണ്. ഞാനും അതിൻ്റെ ഒരു പിന്തുടർ അവകാശി എന്നുള്ള ഞാൻ ചിന്മയ മിഷനിൽ 42 വർഷം എനിക്ക് ജോലിയാണ് ഭാഗ്യം കിട്ടി. അതൊരു വലിയ ജീവിതാനുഭവം, വളരെ മൂല്യമുള്ള അനുഭവങ്ങളാണ് ഇതൊക്കെ അല്ലേ? അതെ. പിന്നെ ഇവിടെ നീരാഞ്ജലി ഹാളിൽ ഒരുപാടധികം വിവാഹങ്ങൾ നടക്കാറുണ്ട്. അവിടെയും ഇടയ്ക്ക് ഉത്സാഹത്തിന് കാണാറുണ്ട്. പലർക്കും താലി എടുത്തു കൊടുക്കാനുള്ള അല്ല, അത് പല കാര്യങ്ങളും, സദ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഉത്സാഹിക്കുന്നത് കണ്ടിട്ടുണ്ട്. സ്വന്തം വിവാഹം ഇവിടെ തന്നെയാണ് നടന്നിട്ടുള്ളത്. ചിന്മയ മിഷനിലാണ് 1993 നീരാഞ്ജലി ഹാളിലാണ് വിവാഹം നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ദേവിയുടെ നടക്കൽ ഗുരുദേവന്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് പ്രവർത്തിച്ചതിൻ്റെ ഒരു പുണ്യം സ്വന്തം ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കുടുംബജീവിതത്തിൽ എനിക്ക് ഭാര്യ ജയന്തി, അതെ, അവര് സാഹിത്യകാരി കൂടിയാണ്. അതെ, ഭക്തിഗാനങ്ങളൊക്കെ കവിതകൾ, കുറെ കവിതകള് പിന്നെ CD-യിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ സാഹിത്യ സംബന്ധിയായിട്ടുള്ള ചില പരിപാടികളും സെമിനാറുകളിലൊക്കെ പങ്കെടുക്കും. കുറെ അവാർഡുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. മകൻ MBA കഴിഞ്ഞിട്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു കോഴിക്കോട്. വിഷ്ണു എന്നാണ് അവൻ്റെ പേര്. അതെ, ഓരോ ദിവസവും ഓരോ നിമിഷവും ഈശ്വരൻ്റെ അനുഗ്രഹത്തോടു കൂടി അതിന് തക്കതായ വിധത്തിൽ പ്രവർത്തിക്കാൻ കൂടെ പറ്റുന്ന വിധത്തിലൊരു ജീവിതമാവുക എന്നുള്ളത് വലിയ കാര്യമാണ് അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ആ ചിന്മയ മിഷൻ ഭുവനേശ്വരി ക്ഷേത്ര നടയിൽ നിന്നുകൊണ്ട് ഈ അഭിമുഖം പൂർത്തിയാക്കുമ്പോൾ 42 വർഷത്തെ ഇവിടുത്തെ പ്രവർത്തനാനുഭവങ്ങൾ തുടർ ജീവിതത്തിലും എല്ലാ ശ്രേയസ്സും സന്തോഷവും ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൂർത്തിയാക്കുന്നത്. നന്ദി. ഹരിയോം. ഹരിയോം.